പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ചർച്ച നടത്താൻ അമേരിക്ക സന്നദ്ധത അറിയിച്ചതായി ഇറാൻ വിദേശകാര്യമന്ത്രി. അമേരിക്കയുടെ ആവശ്യങ്ങൾ പഠിച്ചു വരികയാണെന്നും ഇറാൻ അറിയിച്ചു. നാവിക ഉപരോധം പിൻവലിച്ചാൽ ഹോർമുസ് തുറക്കാമെന്ന നിലപാടിലാണ് ഇറാൻ. കരാർ രൂപപ്പെടുത്താൻ ഇറാന്റെ ഭാഗത്ത് നിന്ന് അനുകൂല നീക്കമുണ്ടെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി പറഞ്ഞു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി അബ്ബാസ് അറാഗ്ചി ചർച്ച നടത്തി. MC നാസർ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. നാസർ, ഈ പറഞ്ഞതുപോലെ തന്നെ ഇരു രാജ്യങ്ങളും ചർച്ചയ്ക്ക് സന്നദ്ധമാണെന്ന് അറിയിച്ചിരിക്കുകയാണ് ഔദ്യോഗികമായി തന്നെ. ഇനിയിപ്പോൾ ഇവർ മുന്നോട്ട് വയ്ക്കുന്ന ഉപാധികൾ എന്തായിരിക്കും? ഇനി എന്നാവും ഈ ചർച്ച ഒരുമിച്ച് ഒരു ടേബിളിലേക്ക് എത്താനുള്ള സാധ്യത എത്രത്തോളമാണ്? അനീഷ, എന്തായാലും ഇറാൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന പുതിയ നിർദ്ദേശം അമേരിക്കൻ നേതൃത്വം പരിഗണിച്ചു വരികയാണെന്ന പ്രതികരണമാണ് ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് വൈറ്റ് ഹൗസ് വക്താവ് തന്നെ നൽകിയിരിക്കുന്നത്. പക്ഷേ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ, ഈ ഒരു പ്രപ്പോസൽ അമേരിക്ക അംഗീകരിക്കുമോ അതല്ല അത് തിരസ്കരിക്കുമോ എന്ന് ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള ഒരു മറുപടി വൈറ്റ് ഹൗസ് വക്താവ് നൽകിയിട്ടില്ല. പക്ഷേ എന്തായാലും ട്രംപ് ഭരണകൂടം ഇത് പരിഗണിച്ചു വരുന്നു. അതോടൊപ്പം തന്നെ രാവിലെ ഉന്നത സുരക്ഷാ വിഭാഗം മേധാവികളുടെ യോഗം ട്രംപ് വിളിച്ചു ചേർത്തിരുന്നു. ആ യോഗം ഇന്ന് രാത്രി വീണ്ടും തുടരുമെന്ന് കൂടി വൈറ്റ് ഹൗസ് വക്താവ് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഭാഗത്ത് സമ്മർദ്ദം ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക, അതോടൊപ്പം തന്നെ ഇറാനെ പരമാവധി ചർച്ചയിലേക്കും കരാറിനും പ്രേരിപ്പിക്കുക എന്ന ദ്വിമുഖ തന്ത്രമാണ് ഇപ്പോൾ അമേരിക്കൻ ഭരണകൂടം സ്വീകരിച്ചിരിക്കുന്നത്. ഇറാന്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഈ പ്രതിസന്ധി അനിശ്ചിതമായിട്ട് നീട്ടിക്കൊണ്ടുപോകുന്നതിന് പകരം പരമാവധി രമ്യമായിട്ടുള്ള ഒരു പരിഹാരം സാധിക്കുമെങ്കിൽ അത്തരം ചർച്ചകളുമായിട്ട് സഹകരിക്കാം എന്നൊരു നിലപാടിലേക്ക് ഇറാനും വന്നതായിട്ടാണ് അവരുടെ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി ഉൾപ്പെടെയുള്ളവരുടെ പ്രതികരണം വ്യക്തമാക്കുന്നത്. അബ്ബാസ് അറാഗ്ചി ഏറ്റവും അവസാനമായിട്ട് മോസ്കോ സന്ദർശനം പൂർത്തീകരിച്ച ഉടൻ തന്നെ നടത്തിയ ഒരു പ്രതികരണത്തിൽ വ്യക്തമാക്കുന്നത് അമേരിക്ക ചർച്ചയ്ക്ക് സന്നദ്ധത അറിയിച്ചുകൊണ്ട് തങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്, അക്കാര്യം തങ്ങൾ പരിഗണിച്ചു വരികയാണെന്നാണ്. ഇക്കാര്യത്തിൽ ഇറാന്റെ ഭാഗത്തുനിന്ന് അനുകൂലമായിട്ടുള്ള തീരുമാനം നിലപാട് ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ചർച്ചയ്ക്കുള്ള ഒരു സാധ്യത ഉരുത്തിരിയും. മധ്യസ്ഥ രാജ്യങ്ങളൊക്കെ തന്നെയും ആ പ്രതീക്ഷയിലാണ്. ഒട്ടും വൈകാതെ തന്നെ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഒരു പരോക്ഷ ചർച്ചയ്ക്കുള്ള ഒരു സാധ്യതയാണ് മധ്യസ്ഥ രാജ്യങ്ങൾ ഇപ്പോൾ മുന്നിൽ കാണുന്നത്. പക്ഷേ അമേരിക്ക തങ്ങളുടെ നിലപാടിൽ തന്നെ ആണവ വിഷയത്തിൽ തൽക്കാലം അത് പിന്നീട് ചർച്ച ചെയ്യാം എന്നതാണ് ഇപ്പോൾ ഇറാൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു നിർദ്ദേശത്തിൽ പ്രധാനമായും വ്യക്തമാക്കുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് ഈ ഹോർമുസ് കടലിടുക്ക് സ്വതന്ത്രമായിട്ട് തുറന്നു കൊടുക്കാനും കപ്പലുകൾക്ക് സ്വതന്ത്രമായി തന്നെ അതിലൂടെ സഞ്ചരിക്കാവുന്ന ഒരു സാഹചര്യം ഒരുക്കുക, അതിന്റെ ഭാഗമായിട്ട് അമേരിക്ക നാവിക ഉപരോധം പിൻവലിക്കണം എന്നതാണ് ഇപ്പോൾ ഇറാൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന നിർദ്ദേശത്തിൽ പ്രധാനമായിട്ടും വ്യക്തമാക്കുന്നത്. അത് ലോകരാജ്യങ്ങളൊക്കെ തന്നെ ഒരുമിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. കാരണം ഈ സ്ഥിതി തുടരുകയാണെങ്കിൽ അത് പല നിലക്കും ലോക സമ്പദ്ഘടനയെ കൂടുതൽ ഉലയ്ക്കും. അത് ഗുരുതരമായിട്ടുള്ള സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുമെന്നൊരു തിരിച്ചറിവ് എല്ലാ രാജ്യങ്ങൾക്കുമുണ്ട്. അതുകൊണ്ട് ആ രാജ്യങ്ങളൊക്കെയും അമേരിക്കയ്ക്ക് മേലും ഇറാന് മേലും സമ്മർദ്ദം തുടരുകയാണ്. റഷ്യയും ചൈനയും പോലും ഈ സംഘർഷം നീണ്ടുപോകുന്നതിനെ തങ്ങൾ ഒരിക്കലും അംഗീകരിക്കുന്നില്ല എന്നൊരു നിലപാട് തന്നെയാണ് ഇറാൻ നേതൃത്വത്തെയും അമേരിക്കയെയും അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ് ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ഇതിലെ ഏറ്റവും വലിയ പ്രതിസന്ധി നിലനിൽക്കുന്നത് അമേരിക്ക ആഗ്രഹിക്കുന്നതും അമേരിക്ക ഇറാനിൽ നിന്നൊരു ഉപാധി വേണമെന്ന് പറയുന്നതും ആറ്റമിക് മേഖലയുമായി ബന്ധപ്പെട്ടാണ്. യുറേനിയം സമ്പുഷ്ടീകരണം പൂർണ്ണമായിട്ട് നിർത്തുകയും സമ്പുഷ്ടീകരിച്ച യുറേനിയം തങ്ങൾക്ക് കൈമാറുകയും വേണമെന്ന അമേരിക്കയുടെ ആ ഉപാധി തൽക്കാലം സ്വീകരിക്കാൻ നിർവാഹമില്ല എന്ന ഒരു പ്രഖ്യാപിത നിലപാടിൽ തന്നെയാണ് ഇറാൻ ഈ ഘട്ടത്തിലും ഉറച്ചു നിൽക്കുന്നത്. അത് പിന്നീട് ചർച്ച ചെയ്യാം, ആദ്യം ഹോർമുസിന്റെ പ്രതിസന്ധി തീർക്കാമെന്ന് ഇറാൻ പറയുമ്പോൾ അതിനോട് അമേരിക്ക എത്ര കണ്ട് വഴങ്ങും എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങളാണ് ഈ ഘട്ടത്തിൽ ബാക്കി നിൽക്കുന്നത്. എന്തായാലും ചർച്ചകൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞു എന്നത് തന്നെ ഒരുപക്ഷെ നിർണായകമായിട്ടുള്ള ഒരു മുന്നേറ്റമായി പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള മധ്യസ്ഥ രാജ്യങ്ങൾ കാണുന്നുണ്ട്. പക്ഷേ ചർച്ചകൾ ഏത് സ്വഭാവത്തിൽ തുടരും, എപ്പോൾ ആയിരിക്കും ഈ ചർച്ച നടക്കുക എന്നത് സംബന്ധിച്ച കാര്യങ്ങളിൽ വ്യക്തതയില്ല. തിരക്കിട്ട കൂടിയാലോചനകൾ പല തലങ്ങളിലായിട്ട് തുടരുന്നുണ്ട്. ഇപ്പോൾ റഷ്യയിലെ സന്ദർശനം പൂർത്തീകരിച്ച ഘട്ടത്തിൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നയതന്ത്ര പിന്തുണയാണ് റഷ്യൻ പ്രസിഡന്റ് പുടിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. കാരണം ഇറാന് നേരെ നടന്നിരിക്കുന്ന ഈ അധിനിവേശം എന്നത് അമേരിക്കയും ഇസ്രായേലും അടിച്ചേൽപ്പിച്ച ഒന്നാണ്. അതിനെ ധീരമായി തന്നെ ഇറാൻ ജനത ചെറുത്തു നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ജനതയോട് അവരുടെ പരമാധികാരം സംരക്ഷിക്കാനുള്ള നീക്കത്തോട് തന്റെ രാജ്യം പൂർണ്ണമായിട്ട് ചേർന്ന് നിൽക്കുമെന്ന ഒരു പരസ്യമായിട്ടുള്ള ഒരു പിന്തുണ തന്നെയാണ് റഷ്യൻ പ്രസിഡന്റ് പുടിൻ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചിക്ക് നൽകിയിരിക്കുന്നത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു രാഷ്ട്രീയ നയതന്ത്ര പിന്തുണയായിട്ട് ഇത് മാറുമെന്ന കാര്യം ഉറപ്പാണ്. ചൈനയുമായിട്ടും ഇറാൻ തിരക്കിട്ട ആശയവിനിമയങ്ങൾ തുടരുന്നതായിട്ടും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അനീഷ.